ഇണക്കിളിക്കൂട്ടം ഭാഗം 7. ഓടുമേഞ്ഞ കുഞ്ഞു വീടിൻ്റെ മുറ്റത്ത് വണ്ടി വന്ന് നിന്നു. വരുൺ അനന്തുവിനെ നോക്കി. ഇത് തന്നെയല്ലേ സ്ഥലം? അവൻ ചോദിച്ചു. അതെ, അനന്ത് പറഞ്ഞു. ഇരുവരും പുറത്തിറങ്ങി. രണ്ടുപേരും ചുറ്റും നോക്കി. റോഡിൽ നിന്ന് വളരെ ഉള്ളിലേക്കായാണ് വീട്. മരങ്ങളും ചെടികളും ഒക്കെയുള്ള ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന സ്ഥലം. മുറ്റത്ത് മുല്ലയുടെയും റോസിൻ്റെയും ഒക്കെ തൈകൾ. അടുത്തടുത്തായി അങ്ങനെ വീടുകളൊന്നും തന്നെയില്ല. ഇരുവരും വരാന്തയിലേക്ക് നടന്നു. മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന മണി അവൻ അടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം വാതിൽ തുറക്കപ്പെട്ടു. അവരെ കണ്ടതും വരുണിൻ്റെയും അനന്തുവിൻ്റെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പച്ചി, അവർ വിളിച്ചു. സുധ അമ്പരപ്പോടെ അവരെ രണ്ടുപേരെയും നോക്കി. മക്കളെ, നിങ്ങളോ? ആ, കീറി വാ, സുധ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരും അകത്തേക്ക് പ്രവേശിച്ചു. എന്നാലും അപ്പച്ചി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആർക്കും ഇതൊന്നും എന്നെ അറിയിക്കാൻ തോന്നിയില്ലല്ലോ, വരുൺ വിഷമത്തോടെ പറഞ്ഞു. ഇനി ഒരു പ്രശ്നം കൂടി ഞങ്ങൾ കാരണം ഉണ്ടാകണ്ടേ എന്ന് കരുതിയ മോനെ, ഒന്നും ആരെയും അറിയിക്കേണ്ട എന്ന് കരുതിയത്. ഞങ്ങളാണ് അവിടെ താമസിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ്റെ ദേഷ്യം ശരിക്കും കണ്ടതാണ് ഞങ്ങൾ. നകലിന് ഒരുപാട് വഴക്ക് കിട്ടി, സുധ പറഞ്ഞു. എന്നാലും ഇതൊക്കെ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാമായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാമോ? അപ്പച്ചിയെ തിരിയട്ട സ്ഥലങ്ങളില്ല. ഒടുവിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. പിന്നെ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്നായിരുന്നു, അനന്ത് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞില്ല മക്കളെ, വിട്ടുകള. നിങ്ങൾ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം, സുധ പറഞ്ഞു. എന്തേലും പോരാ, അപ്പച്ചിയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം തന്നെ വേണം, അനന്ത് പറഞ്ഞ്. സുധ ചിരിച്ചു. ശരി വാ. സുധ അടുക്കളയിലേക്ക് നടന്നു. ഒപ്പം തന്നെ അനന്തവും വരുണും ചെന്നു. സുധ അരിപ്പൊടി എടുത്ത് കൂട്ടുണ്ടാക്കി അടുപ്പ് കത്തിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അല്ല, അപ്പച്ചി ഇങ്ങനെ എവിടെ എത്തിയത്? വരുൺ ചോദിച്ചു. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു പഴയ കൂട്ടുകാരെ കണ്ടത്. അവളിവിടെ കലാകേന്ദ്രത്തിലെ ടീച്ചറായി വന്നതാണ്. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവൾ ഞങ്ങളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അനു കുറച്ച് പാട്ടേൺ ഡാൻസൊക്കെ പഠിച്ചതല്ലേ. അവൾ പറഞ്ഞ് അനുവിൾ അവിടെ തന്നെ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. പിന്നെ ഈ വീടും എടുത്തു. ഇങ്ങോട്ട് വന്നിട്ട് 2-3 ദിവസമേ ആയുള്ളൂ, സുധ പറഞ്ഞു. അതാ കാന്താരി കാണാതിരുന്നത് അല്ലേ, വരുൺ ചോദിച്ചു. അല്ല, നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ എന്തു പറയുന്നു 2 കാരണവന്മാരും? എന്തു പറയാൻ, ഇപ്പോഴും ഷണ്ട തന്നെ ഷണ്ട. ഇന്നലെ ഇവൻ്റെ കൂടെ കാറിൽ തറവാട്ടിലേക്ക് പോയെന്നേ. ഇന്നലെ 2 ആൾക്ക് വീട്ടിൽ നിന്ന് വയറ് നിറയെ കിട്ടി, അവനെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്നിട്ടെന്ത്? ഞങ്ങളോട് ഈ റിലേഷൻ ഇവിടെ വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞു. ആകാശം ഇടിഞ്ഞു വീണാൽ അത് നടക്കില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞു. വരുൺ പറഞ്ഞത് കേട്ട് മൂവനും ചിരിച്ചു. വരുൺ വാച്ചിലേക്ക് നോക്കി. അനു വരാൻ ഒരുപാട് ലേറ്റാവുമോ? ഇല്ല, 5 മണി കഴിഞ്ഞല്ലോ, അവൾ എത്താറായി, സുധ പറഞ്ഞു. അത് കേട്ട് അനന്തുവിൻ്റെ മുഖം വിടർന്നു. ഗേറ്റ് കടന്ന് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മുറ്റത്തേക്ക് വന്നു. വരാന്തയിലേക്ക് കയറി മണി അടിച്ചു. വാതിൽ തുറക്കുന്നത് കാണഞ്ഞ് അവളൊന്ന് പകച്ചു. അമ്മ, അവൾ വാതിലിൽ തട്ടി നോക്കി. കഥക്ക് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പതിയെ വാതിൽ തുറന്ന് അകത്ത് കയറിയതും പോ എന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തെറിച്ച് നിന്നതും അവളുടെ ദേഹത്തേക്ക് വർണ്ണക്കടലാസുകൾ വന്ന് വീണു. അവൾ അതിശയിച്ച് നിന്നതും വാതിലിൻ്റെ മറവിൽ നിന്നും അനന്തവും വരുണും മുന്നിലേക്ക് വന്നു. അവരെ കണ്ടതും അവൾ അമ്പരന്ന് നിന്നു. ആഹാ, വരുണിട്ട് എന്തിനെ പോന്നു? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. ഞങ്ങൾ വന്നിട്ട് 10-25 കൊല്ലമായി, അനന്ത് പറഞ്ഞു. ഓ, തമാശ പറഞ്ഞതാണോ? അവൾ തിരിച്ചടിച്ചു. കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അവൾ ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നതും സുധ പ്ലേറ്റിൽ ചൂട് ഉണ്ണിയപ്പവുമായി അവിടേക്ക് വന്നു. നീ വന്നോ? സുധ പറഞ്ഞു. അല്ല, ഈ ഭൂപതിമാരെ വന്നിട്ട് കുറേ നേരമായോ? കാരണവന്മാർക്കൊക്കെ സുഖം തന്നെയല്ലേ? അവൾ ചോദിച്ചു. ഇങ്ങനത്തെ ഞങ്ങളെ കളിയൊക്കെയാണോ? എന്ത് കളിയൊക്കെയെന്ന്? വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഭൂപതിമാരുടെ പുനർജന്മ നിങ്ങളെന്ന നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് വിളിച്ചതല്ലേ ഭൂപതിമാരെന്ന്? ഓ, അങ്ങനെ. ശരി, കലാമണ്ഡലം അനുരാധ, നിന്നെ വിയർക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്, വരുൺ പറഞ്ഞു. അല്ല, നിങ്ങളെങ്ങനെ ഈ വീട് കണ്ടെത്തി? അല്ല, പൂമംഗലത്ത് നീലകണ്ഠൻ്റെയും തേവർമഠത്തിൽ വിശ്വനാഥൻ്റെയും അറിവോടെയാണോ ഈ വന്നത്? അല്ല ചോദിച്ചു. നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞങ്ങളെ കാണാൻ വന്നതിന് ഒരു വഴക്കുണ്ടാകുമോ എന്നറിയാൻ ചോദിച്ചതാ. ഓ, അതോർത്ത് നീ വിഷമിക്കണ്ട. അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, വരുൺ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഈ വീടിങ്ങനെ കണ്ടെത്തിയെന്ന് പറ. അതൊക്കെ കണ്ടുപിടിച്ചു. ഇന്നലെ മുഴുവൻ ഓട്ടമായിരുന്നു അതിനുവേണ്ടി, അനന്ത് പറഞ്ഞു.
അപ്പോൾ ഞങ്ങളോട് സ്നേഹമുണ്ടല്ലേ? അന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യ, നിന്നോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങളുടെ അപ്പച്ചിയുടെ ഉണ്ണിയപ്പം മിസ് ചെയ്യുന്നത് കൊണ്ടാ അല്ലടാ. അനന്ത് ഒരു ഉണ്ണിയപ്പം എടുത്ത് കടിച്ചു. അവന് ദേഷ്യത്തോടെ അവനെ നോക്കി, പിന്നെ ചുണ്ടി പിടിച്ച് തിരിഞ്ഞു നടന്നു. നിങ്ങളെവിടെ ഇരിക്കെ, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം. അതും പറഞ്ഞ് സുധ അടുക്കളയിലേക്ക് പോയി. ഞാൻ നിന്ന് വണ്ടിയിൽ നിന്ന് ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരട്ടെ. അതും പറഞ്ഞ് വരുൺ പുറത്തേക്ക് നടന്നു. രണ്ടുപേരും പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അനന്ത് പതിയെ അനുപോയ വഴിയെ നടന്നു. മുറിയിൽ ജനലും പിടിച്ച് പിണങ്ങി നിൽക്കുന്ന അനുവിനെ കണ്ടു ചിരിയോടെ അവൻ പതിയെ നടന്നു ചെന്ന് പിന്നിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു. അനു? അവൾ ദേഷ്യത്തോടെ കൈപിടിച്ച് മാറ്റി തിരിഞ്ഞവനെ നോക്കി. ഞാനാ അനു? എന്താ? ഓ, എന്നോട് മിണ്ടണ്ട. അപ്പച്ചിയുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടി പോയി അതിനെ കെട്ടിപ്പിടിച്ചോ, അവൾ പറഞ്ഞു. അനന്ത് പതിയെ അവളുടെ അരികിലേക്ക് വന്നു അവളുടെ ഇരു കൈകളും പിടിച്ചു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലെന്നോ? അനു അവനെ തുറച്ചു നോക്കി. അനു, നിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യങ്ങളെല്ലാം വരുണിനോട് പറഞ്ഞാലോ എന്ന് പലവട്ടം കരുതിയതാണ്, പക്ഷേ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അനന്തരിൻ്റെ ഉദ്ദേശം എന്താ? എന്നെ ചതി? അത് പറഞ്ഞതും അവൻ അവളുടെ വാ പൊത്തി. നോ, അങ്ങനെ പറയരുതേനോ. നിന്നെ ചതിക്കാനല്ല, നിന്നോടൊപ്പം ജീവിക്കാൻ തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷേ ഈ വിവരം എൻ്റെ വീട്ടുകാരറിഞ്ഞാൽ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും നീയും പൂമംഗലം തറവാട്ടിലെ സന്തതി തന്നെയല്ലേ? അവന് വിഷമത്തോടെ മുഖം കുനിച്ചു. അതൊക്കെ വിട്ട് നാളെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് പറ, അവൻ പറഞ്ഞു. അവന് മുഖമുയർത്തി അവനെ നോക്കി. എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അവനെന്ത് കള്ളച്ചിരിയോടെ അവളെ നോക്കി. കണ്ണടയ്ക്ക്. അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം കണ്ണടച്ച്. ആ കയ്യം കൂടി നീട്ടിയേ. അവൾ ചിരിച്ചുകൊണ്ട് കൈ നീട്ടി. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഡപ്പ എടുത്തു. അത് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അവൾ കണ്ണു തുറന്ന് അമ്പരപ്പോടെ നോക്കി. ഇതാ എൻ്റെ സമ്മാനം. എന്താ ഇത്? അവനത് എടുത്ത് തുറന്നു. കല്ല് വെച്ച ഒരു മോതിരം. അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അനന്തു ആ മോതിരം എടുത്ത് അവളുടെ കയ്യിലിട്ട് കൊടുത്തു. ഇതാണ് എൻ്റെ പെണ്ണിന് വേണ്ടി ഞാൻ കരുതി വെച്ച സമ്മാനം. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, എന്താടി ഇത്? കണ്ണുടച്ച് അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ചു. എൻ്റെ അനുക്കുട്ടി എന്നും ചിരിച്ചുകൊണ്ടിരിക്കണം, ഒന്ന് ചിരിച്ചേ. അവൾ ചിരിച്ച്. അവൻ അവളെ മാറോട് ചേർത്തു. അനു! അടുക്കളയിൽ നിന്ന് സുധിയുടെ വിളിക്കിട്ട് ഇരുവരും ഞെട്ടി അകന്ന് മാറി. രണ്ടുപേരും ഹാളിലേക്ക് നടന്നു. വരുണപ്പോഴേക്കും സാധനങ്ങളുമായി വന്നു. എല്ലാവർക്കും സമ്മാനിച്ച് ഇരുവരും യാത്ര പറഞ്ഞ് ഇറങ്ങി. ആൽത്തറയിൽ വരുണിനെയും കാത്തു നിൽക്കുകയായിരുന്നു വീണി. വണ്ടി വന്നത് മുന്നിൽ നിന്നതും വേണ്ടി ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിന്നു. വരുൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ രണ്ട് ചെവിയിലും പിടിച്ചു. സോറി മോളെ, ഞാൻ അല്പം വൈകിപ്പോയി, അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും തന്നു, അവൻ പറഞ്ഞു. അവൾ ഗൗരവത്തോടെ അവനെ നോക്കി. എവിടെയായിരുന്നു ഇത്രയും നേരം? അവൾ ചോദിച്ചു. അപ്പച്ചി കാണാൻ പോയിരുന്നു, അവിടെ നിന്ന് ഇറങ്ങാൻ വൈകി. അപ്പച്ചിയെ കാണാനിൽ നിന്ന് അറിഞ്ഞത് മുതൽ ടെൻഷനായിരുന്നു. അവരെ കണ്ടെത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് അല്പം ആശ്വാസമായി തോന്നിയത്. ഇന്ന് ചെന്ന് രണ്ടുപേരെ കണ്ടതോടെ സമാധാനമായി, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പച്ചി കാണാതിരുന്നതിലാണോ അതോ വേറെ ആരെങ്കിലും കാണാതിരുന്നതിലാണോ വിഷമം തോന്നിയത്? വേണിയുടെ ചോദ്യം കേട്ട് വരുണിൻ്റെ മുഖത്ത് ചിരിമാനും. നീ എന്തങ്ങനെ വെച്ചത്? അവൻ ഗൗരവത്തോട് ചോദിച്ചത്. അല്ല, അനു ഉറപ്പന്നല്ലേ, വേറെ വല്ലതും മനസ്സിലുണ്ടെങ്കിലോ എന്ന് വെച്ച് ചോദിച്ചതാ. വരുണിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. വേണി, അവൻ ശാസിനിയോട് വിളിച്ചു. നീ എന്താ എന്നെപ്പറ്റി കരുതിയത്? ഞാനൊരു സ്ത്രീലമ്പരനായിരുന്നോ? എനിക്ക് നിന്നോടുള്ള സ്നേഹം വെറും ഒരു തമാശയാണെന്നോ? നിനക്കങ്ങനെയാണെങ്കിൽ ഈ നിമിഷം പറയാൻ നിനക്ക് എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. വീണി ഒന്ന് പകച്ചു. വർണ്ണേട്ടാ, എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നു? ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ. തമാശക്കലയിൽ ശരി, എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്താൽ ഞാനത് സഹിക്കില്ല. ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടോ വീട്ടുകാർ തമ്മിലുള്ള പക തീർക്കാനോ അല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയാനാ, വരൻ പറഞ്ഞു. വീണയുടെ കണ്ണുകൾ നിറഞ്ഞു. പറഞ്ഞിട്ട് ഐ എം സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല, എന്നോട് ക്ഷമിക്കണം, വീണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് വരുണനും വിഷമം തോന്നി. വീണി, ഐ എം സോറി, ഞാൻ പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിന് എന്തൊക്കെ പറഞ്ഞു പോയി, പ്ലീസ് കണ്ണോ തുടക്കേ, അവൻ പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ചു. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് അപ്പച്ചിയാനോ? അവരുടെ വിശേഷങ്ങൾ പറ, വീണി പറഞ്ഞു. വരുൺ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് തോളിലൂടെ കൈയിട്ട് പാടത്തുകൂടി നടന്നു. അനു ഒന്ന് വരാൻ അല്പം വൈകിയിരുന്നു. സന്ധ്യയായിട്ടും ഉമ്മറത്ത് വിളക്ക് വെച്ച് കാണാഞ്ഞ് അവളൊന്ന് പരിഭ്രമിച്ചു. അമ്മേ, അവൾ വിളിച്ചു. അകത്ത് അനക്കൊന്നുമില്ല. അവൾ അകത്തേക്ക് നടന്നു. ബെഡ്റൂമിലും പൂജാമുറിയിലൊക്കെ നോക്കി, അമ്മയെ കണ്ടില്ല. അവൾക്കെന്തോ പന്തികേട് തോന്നി.
അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെ തറയിൽ ബോധമില്ലാതെ വീണ് കിടക്കുന്ന സുധിയെ കണ്ട് അവൾ ഞെട്ടി. തുടരും.